സംസ്ഥാന നേതൃത്വം ബഹിഷ്കരിച്ച വികസന സദസ്സിൽ മുസ്ലിം ലീഗ് നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസുകാരിയായ വൈസ് പ്രസിഡന്റും പങ്കെടുത്തതിൽ യുഡിഎഫിൽ അമർഷം. മലപ്പുറം ജില്ലയിലെ ആദ്യ വികസന സദസ്സിലാണ് തിരൂർ മംഗലം പഞ്ചായത്ത് പ്രസിഡന്റായ സി.പി. കുഞ്ഞുട്ടിയും വൈസ് പ്രസിഡന്റ് കെ. പാത്തുക്കുട്ടിയും സ്ഥിരം സമിതി അധ്യക്ഷന്മാരും പങ്കെടുത്തത്. പാത്തുക്കുട്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മംഗലം മണ്ഡലം കമ്മിറ്റി DCCക്ക് പരാതി നൽകി. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. വികസന സദസ്സ് ബഹിഷ്കരിക്കുമെന്ന UDFന്റെ ആഹ്വാനം തള്ളി കഴിഞ്ഞ ദിവസമാണ് തിരൂർ മംഗലം പഞ്ചായത്ത് വികസന സദസ്സിൽ പങ്കാളിയായത്. സംഭവത്തെക്കുറിച്ച് ലീഗുകാരനായ പ്രസിഡന്റിന് പറയാനുള്ളത് ഇപ്രകാരമാണ്. നടന്നത് വികസന സദസ്സല്ല, മറിച്ച് പഞ്ചായത്തിന്റെ 25ാം വാർഷികാഘോഷമാണ്. ഞങ്ങൾ സർക്കാരിന്റെ വികസന സദസ്സ് ഒരു ചടങ്ങായിട്ട് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഞങ്ങൾ 25 വർഷം പൂർത്തീകരിക്കുന്ന മുറയ്ക്കുള്ള സിൽവർ ജൂബിലി ആഘോഷമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDFുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ നേതാക്കന്മാർ കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ കുത്തി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി വേറെ രൂപത്തിലായിരിക്കും. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ജില്ലയിൽ നിന്ന് UDFിൽ നിന്ന് ഉയരുന്നത്. UDFിനകത്ത് തന്നെ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കന്മാരുണ്ട്, അതുകൂടാതെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരുണ്ട്. അതേപോലെ തന്നെ മറ്റ് വിവിധ തരത്തിലുള്ള ഞങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നിൽക്കുന്ന മുതിർന്ന നേതാക്കന്മാരുമായി ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളും. UDFന്റെ മംഗലം ബ്ലോക്ക് കമ്മിറ്റി ഇതിൽ പങ്കെടുത്ത കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DCC പ്രസിഡന്റിന് കത്തയച്ചു. എന്നാൽ ഇതിൽ വിവാദമായതോടെ എല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നായിരുന്നു UDF കൺവീനറായ അടൂർ പ്രകാശിന്റെ പ്രതികരണം. നേരത്തെ തന്നെ UDF വികസന സദസ്സിൽ പങ്കെടുക്കണമെന്ന അഭിപ്രായമാണ് മുസ്ലിം ലീഗിനുള്ളത്. കാരണം ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന അഭിപ്രായമാണ് ലീഗിനുള്ളത്. പക്ഷേ ഈ സാഹചര്യങ്ങൾ മാറിയതോടെ ഇനി കോൺഗ്രസിന്റെ ആഹ്വാനം തള്ളി ലീഗ് ഇതിൽ പങ്കെടുക്കുന്നതോടെ എന്ത് നിലപാടാകും ജില്ലയിലെ UDF നേതൃത്വം എടുക്കുക എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ലീഗ് ഈ സാഹചര്യങ്ങളെ മാറ്റുന്നു എന്ന വിമർശനവും ഉയരുന്നുണ്ട്. പക്ഷേ ലീഗിനെ ഒരു പ്രതിസന്ധിയിലാക്കാതെ അല്ലെങ്കിൽ ലീഗുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടാതെ ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണും എന്ന ചോദ്യമാണ് കോൺഗ്രസിന് മുൻപിൽ ഉയരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മുൻപെല്ലാം തന്നെ മുന്നണി ബന്ധമില്ലാതെ പലയിടത്തും മത്സരിച്ച് വിവാദമായ സാഹചര്യങ്ങൾ ഉണ്ടായൊരു സാഹചര്യം കൂടി മലപ്പുറം ജില്ലയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തന്നെയാണ് UDFന്റെ നേതൃത്വം ശ്രമിക്കുന്നത്. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, News 18.